വിദ്യാരംഭത്തിൻ്റെ കേരളത്തിലെ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം അധ്യയന വർഷം ആരംഭിക്കുന്ന മാസമാണ്. 2-ാം തീയതി സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും, ഇപ്പോൾ ഈ 18-ാം തീയതി അതിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളും ഒക്കെ ആരംഭിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ കോളേജുകളിലും പുതിയ ക്ലാസ്സുകൾ ആരംഭിക്കും. അപ്പോൾ ഇവിടെ ഒരു ധാർമ്മിക കലാലയത്തിൽ, ഒരു ദാറുൽ ഉലൂമുൽ ദീനീ വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന സ്ഥാപനത്തിൽ നമ്മുടെ പെൺമക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും ഫാളില ഹയർ സെക്കൻഡറി തലത്തിൽ ദീനീ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഖുറാനും ഹദീസും മറ്റ് ഇസ്ലാമിക ചര്യകളും പഠിക്കുന്നതോടൊപ്പം അവർക്ക് ഹയർ സെക്കൻഡറി കോഴ്സും പൂർത്തിയാക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ അതിന് ശേഷം ഫളീല, കൂടുതൽ ഉയർന്ന തലങ്ങളിലുള്ള ദീനീ ഉലൂം കരഗതമാക്കുന്നതോടൊപ്പം തന്നെ ഒരു ഡിഗ്രിയും സമ്പാദിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു കോഴ്സ്. അങ്ങനെ ഫാളിലയും ഫളീലയും കഴിയുമ്പോൾ ഡിഗ്രിയുള്ള ഒരു നല്ല മാതൃകയാക്കാവുന്ന ഒരു സഹോദരിയെ, ഒരു പെൺകുട്ടിയെ നമുക്ക് സമൂഹത്തിലേക്ക് പുറത്തിറക്കാൻ സാധിക്കുക. കഴിഞ്ഞ കുറേ കാലമായി ഈ മേഖലയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിർവഹിച്ചു വരുന്നത് വളരെ വലിയൊരു ദൗത്യമാണ്. നമുക്കറിയാം, ഇസ്ലാമിക പ്രബോധനം പ്രവാചകന്മാർക്കനന്തരം അത് പ്രബോധകർക്ക്, പണ്ഡിതന്മാർക്കുള്ളതാണ്. അപ്പം നമ്മുടെ പണ്ഡിതന്മാർ നല്ല ഭൗതിക അവബോധവുമുള്ളവരായാൽ, ഇവിടെ പഠിപ്പിക്കുന്ന മറ്റ് കോഴ്സുകളെക്കുറിച്ച് കൂടിയുള്ള ജ്ഞാനമുള്ളവരായാൽ, അത് ഇസ്ലാമികമായ പ്രബോധനത്തിന് വലിയ സഹായകമായിരിക്കും. അപ്പം ഇന്ന് നമുക്കറിയാം, കമ്പ്യൂട്ടറും ഡിജിറ്റൽ നോളജും ഇല്ലാത്ത ഒരു വിഭാഗത്തിന് ഭാവിയിൽ അധികമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാലം മാറുമ്പോൾ കാലത്തിനനുസരിച്ച് മാറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മതബോധനത്തിലും ഇസ്ലാമികമായ സംഗതികളിലും വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതല്ല. ഇപ്പം ഇന്ന് ഡിജിറ്റൽ യുഗമാണ്. നമുക്കറിയാം, യൂട്യൂബിലൂടെ വലിയ തോതിൽ മതപ്രബോധനം നടക്കുന്ന ഒരു കാലമാണ്. ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, അങ്ങനെ സോഷ്യൽ മീഡിയകളിലെ ഫോറങ്ങളെ, അതിൽ നന്മയും തിന്മയുമുണ്ട്. പക്ഷെ നല്ല നന്മകൾക്ക്, നല്ല പ്രബോധനങ്ങൾ, ഖുർആൻ ക്ലാസ്സുകൾ ഒക്കെ സോഷ്യൽ മീഡിയകളുടെ ഫോറങ്ങളിലൂടെ, സോഷ്യൽ ഡിവൈസുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ അത് കാലത്തിൻ്റെ മാറ്റമാണ്. ഓൺലൈൻ മദ്രസ സംവിധാനം ഇന്ന് പലയിടത്തുമുണ്ട്. പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെയുള്ള മലയാളികൾക്കിടയിൽ ഓൺലൈൻ മദ്രസ സംവിധാനം. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മളതിന് നിർബന്ധിതരായി. മറ്റു പല സാഹചര്യത്തിലും ആ ഒരു പുതിയ രീതി അതിന്ന് എല്ലാവർക്കും കഴിയുന്ന കാര്യമാണ്. നമ്മളിരിക്കുന്നിടത്തിരുന്ന് വൈഫൈയുടെ, ഓൺലൈനിൻ്റെ സംവിധാനമുണ്ടെങ്കിൽ, നെറ്റ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഒരു വീഡിയോ കോൺഫറൻസിങ് നടത്താൻ കഴിയും. അത് തന്നെയാണ് സത്യത്തിൽ ഈ ഓൺലൈൻ ക്ലാസ്സുകളുടെ സിദ്ധാന്തവും. അപ്പം അങ്ങനെ കാലത്തിൻ്റെ പുരോഗതിയുടെ, ശാസ്ത്രീയ പുരോഗതിയുടെ നല്ല വശങ്ങളെ ഇസ്ലാമിക പ്രബോധനത്തിനും പഠനങ്ങൾക്കും ചിന്തകൾക്കും ഒക്കെ വിധേയമാക്കുന്നു എന്നുള്ളതാണ് ഈ കാലം. അപ്പം നമ്മുടെ കുടുംബിനികളാകുന്ന കുട്ടികൾ, പെൺമക്കൾ നല്ല സദാചാര ബോധമുള്ളവരായാൽ, നല്ല ധാർമ്മിക നിഷ്ഠയുള്ളവരായാൽ, ഖുർആനും സുന്നത്തും നന്നായി അറിയുന്നവരായാൽ, അത് ഇസ്ലാമികമായ നമ്മുടെ സമൂഹത്തിൻ്റെ ചൈതന്യം നിലനിർത്താൻ ഏറെ ഉപകരിക്കും. മാതാവിൻ്റെ മടിത്തട്ടിലാണ് ഒരു കുട്ടിയുടെ ആദ്യത്തെ വിദ്യാലയം. പിന്നെ LKG UKG ഒക്കെ ഉള്ളൂ. കുട്ടി ആദ്യമായി അറിവുകൾ സ്വായത്തമാക്കുന്നത്, കുട്ടി ലോകം മനസ്സിലാക്കുന്നത്, കുട്ടിയുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ്. അപ്പോൾ ആ ഉമ്മ ഖുർആൻ അറിയുന്ന, സുന്നത്തറിയുന്ന, ലോകപരിചയമുള്ള, ഭൗതിക വിദ്യാഭ്യാസത്തെക്കുറിച്ചും നല്ല ജ്ഞാനമുള്ളവളായാൽ വരും തലമുറകൾക്കാണ് അതിൻ്റെ പ്രയോജനം. കുട്ടിയുടെ മടിത്തട്ടിൽ നിന്നാണ് അധ്യാപകരിലേക്ക് നമ്മൾ കുട്ടിയെ കൊടുക്കുന്നത്. പിന്നെ അധ്യാപകൻ്റെ അടുത്താണ്. പക്ഷെ അധ്യാപകൻ്റെ അടുത്ത് പോകുന്ന കുട്ടിയെയും
ശ്രദ്ധിക്കാൻ, അവന് വീട്ടിൽ വന്നാൽ അല്ലെങ്കിൽ അവൾക്ക് വീട്ടിൽ വന്നാൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, അവൻ പഠിച്ചത് പരിശോധിക്കാൻ ഒരു ഡിഗ്രിയുള്ള ഉമ്മ ഉണ്ടാകുമ്പോൾ അത് ഏറെ ഫലപ്രദമാണ്. അപ്പം നമ്മളെയൊന്നും ഉമ്മാർക്ക് നമ്മളെ പരിശോധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പാവങ്ങൾ, അവർക്ക് നമ്മൾ നന്നാണെന്നേ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല, നമ്മളാണ് ഇന്നത്തെ തലമുറ. അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളെ നമ്മൾ പരിശോധിക്കണം. അതിൻ്റെ മാറ്റം ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രകടമാണ്. ഭൗതികമായിട്ട് ധാർമ്മികതയിൽ ഒരുപാട് ഇടിവുകളുണ്ട്. നമുക്കറിയാം, വലിയ തോതിൽ ലഹരിയുടെ കടന്നുകയറ്റം, അധാർമികമായ പ്രവണതകൾ, കുട്ടികളിൽ വളർന്നു വരുന്ന ആക്രമണോത്സുകത, ക്ഷമയില്ലായ്മ എന്നെല്ലാം ദുരന്തങ്ങളാണ് വരുത്തിവെക്കുന്നത്. 10 മാസം നൊന്തു പ്രസവിച്ച മാതാവിൻ്റെ കഴുത്തിൽ കത്തിവെക്കാൻ യാതൊരു അറുപ്പുമില്ലാത്ത കുട്ടി, 19കാരൻ 20കാരൻ വളർന്നു വരുന്നു എന്നുള്ളത് ഇന്നത്തെ കാലത്തിൻ്റെ ഏറ്റവും വലിയ പേടി സ്വപ്നങ്ങളാണ്. ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പം ധാർമ്മികതയും ഭൗതിക വിദ്യാഭ്യാസവും സമുന്നയിപ്പിക്കുന്ന ഈ മഹത്തായ രീതി, സമസ്തയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ രീതി, അതിൻ്റെ കേന്ദ്രീകൃത പഠനാരംഭം ഈ സെൻറ്ററിൽ വെച്ച് നിർവഹിച്ചതിൽ നമുക്കൊക്കെ ഏറെ സന്തോഷമുണ്ട്. ഈ സംവിധാനത്തിനും ഈ കോഴ്സിനും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട്, ധാരാളം പണ്ഡിതന്മാർ സംസാരിക്കാനുള്ള വേദിയാണ്, ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഹ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.